എങ്ങനെ മുടി വിഗാണോ? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയെന്നല്ലോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത്. വിഗല്ല, ഞാൻ ഹെയർ ഫിക്സിംഗ്. സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളുടെ മുടി വിഗാണോ എന്ന് ചോദിച്ചിട്ട് താങ്കൾ ഇപ്പൊ റിപ്ലൈ ചെയ്ത് എങ്ങനെയാണ്? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടി താങ്കൾ ഈ പെണ്ണിന്റെ ഇന്റർവ്യൂ കാണുമ്പോ മോനെ മുമ്പിലുണ്ടെങ്കിൽ നന്ദി കൊടുക്കാൻ തോന്നടാ. ഇവള് യൂണിവേഴ്സ് വേറെടാ. ഈ ആറാട്ടണ അലിൻ ജോസ് പെരേര അങ്ങനത്തോലൊക്കെ ഇന്റർവ്യൂ എടുക്കണ പെണ്ണാണിത്. അങ്ങനെ കുറെ ഉണ്ട്, നല്ലപോലെ എടുക്കണോണ്ട് ചീത്ത. അത് എങ്ങനെയൊക്കെ ചോദിക്കാം. ആ അലിൻ ജോസ് പെരേര താങ്കളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചപ്പോൾ ഫസ്റ്റ് ആയിട്ട് എന്താണ് അങ്ങനത്തെ ഒക്കെ ഓരോ ചൊറീണ ഇവളൊക്കെ നമ്മളൊക്കെ കൈമ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുത്തേ ഊക്കിയിട്ട് ഈ നമ്മുടെ നാട്ടിലത്തെ എങ്ങൈമാരൊക്കെ ഊക്കൂല, ഊക്കിയിട്ട് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരും. അമ്മായിര് ഊക്കല് ഊക്കും. കാണിച്ചരാ. പക്ഷെ നമ്മളെ ഈ നാട്ടിലത്തെ ഊക്കണമായിരും ഇവിടെ ഊക്കാൻ കഴിയില്ലടാ. ജാമ്യ മില്ലിയയിലെ ഇവിടുത്തെ സ്റ്റുഡൻസ് അങ്ങനെയല്ല, എല്ലാവരും പഠിക്കാൻ വന്ന ടീമായോണ്ട് നമ്മളെ നാട്ടിലത്തെ ആ കമ്പനി കിട്ടൂല. എല്ലാവരും ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ബന്ധം മനസ്സേ വീഡിയോ കണ്ട് തൊട്ടില് അത്രേ ഉള്ളൂ, ബന്ധം അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഹാപ്പി അല്ല. അങ്ങനെയല്ല, എല്ലാവരോടും നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പറയണമാതിരി എല്ലാവരോടും പറയാൻ പറ്റൂല. ആരും പിന്നെ എല്ലാവർക്കും ബാങ്ക് കൊള്ളൂടാ, പിന്നെ കമ്പനി ഉണ്ടാവില്ല ആരായിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ഇതായിട്ട് നല്ലപോലെ സംസാരിക്കണം. എന്നാലും അത് ഭയങ്കര നമ്മളെ നാട്ടിലൊക്കെ നോക്കിയാ ഏതാ ചെങ്ങായിമാരൊക്കെ ഇങ്ങോട്ട് ഊക്കിയിട്ട് ഇങ്ങോട്ട് ചിലപ്പോ അന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിയൊക്കെ പോകും. കാണാം അനുസരിച്ച് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു പോകും. പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് എത്തിണ്ടാവും വിളിക്കണേ, എടാ എന്റെ വണ്ടിന്റെ എണ്ണ കഴിഞ്ഞു ഒന്ന് ചവിട്ടിയിടാ പ്ലീസ് ഒന്ന് വാടാ. അത്രേ ഉള്ളൂ. ഇവിടൊക്കെ ആക്കെ കഴിഞ്ഞ പടച്ചോൻ കര. പിന്നെ ചിലപ്പോ കിയാമത്ത് നാൾ മത്സരം എന്നൊക്കെ ആവും മുണ്ടുക.